ഇപ്പം മൾബറി സീസണാണ്. എവിടെ നോക്കിയാലും ഈ ഒരു മൾബറി മരം നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ സൈഡിൽ ആ റോഡിൻ്റെ അവിടെയും ഒരു വീട്ടിലൊരു മൾബറി മരം നിൽപ്പുണ്ട്. വലിയ മൾബറി മരമാണ്. ഈ സാധനം 2 ടൈപ്പ് ഉണ്ട്, കുഞ്ഞതും ഉണ്ട് വലുതും ഉണ്ട്. ഇത് അത്യാവശ്യം വലിയ മൾബറിയാണ്, വലിയ മൾബറിയുമാണ്, നല്ല മധുരമാണ്. അങ്ങനെ ഞങ്ങൾ പിച്ചിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ പറഞ്ഞ് പിച്ചിക്കോളാൻ പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യവും ഞങ്ങൾ പിച്ചിയായിരുന്നു ഇതിനകത്തുനിന്ന്. എന്നിട്ട് ഞങ്ങൾ പിച്ചി ജ്യൂസോ മറ്റേ ജാമോ ഏതാണ്ടൊക്കെ ഉണ്ടാക്കി. അത്യാവശ്യം ഇതിനകത്ത് മധുരമുണ്ട്, അതുപോലെ തന്നെ ഒരു ചെറിയ പുളിയുണ്ട്. പക്ഷെ ഇതിൽ ഒത്തിരി അങ്ങനെ പുളിയായിട്ട് പറയാനില്ല. പിന്നെ ഒരു സാധനം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ കളറുണ്ടല്ലോ, ഇത് നമ്മുടെ കയ്യിലും ഉടുപ്പിലൊക്കെ പോകുമെന്നുള്ള കാര്യത്തിൽ വലിയ ഉറപ്പൊന്നുമില്ല. കയ്യിലെ കുറച്ച് കഴിയുമ്പോൾ സോപ്പ് ഇടുമ്പോൾ പോയിരിക്കും. പക്ഷേ ഈ ഉടുപ്പിൽ പറ്റിയ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാ. ദേ ഇത് കണ്ടോ, നമ്മുടെ നാക്കൊക്കെ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഞങ്ങളൊരു കവറും പേപ്പറൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ ഇരുന്ന് ആ ഉമ്മയെ കണ്ടു. ആ ഉമ്മ ഞങ്ങൾക്കൊരു കവർ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതിനകത്ത് ഇങ്ങനെ പിച്ചിട്ടു. പിന്നെ ഇതിനകത്തൊരു തരം ഇങ്ങനെ ഒരു ഈച്ചയുണ്ട്. ഇത് വന്ന് പൊന്നിയുടെ കണ്ണിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കയറുന്നുണ്ടായിരുന്നു. ഈ ഒരു കവറുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം പിച്ചാനായിട്ട് ആരോ തൂക്കിയിട്ട കവർ അവിടെ കണ്ടൊന്നും പൊടിക്കില്ല, ഡെഡ് ബോഡി ആയതാണ് ഗൈസ്. അങ്ങനെ ഞങ്ങളിത് ഫുള്ള് ഇങ്ങനെ പിച്ചി എല്ലാം ഇങ്ങനെ ഇതാക്കി വെച്ചു. ഞങ്ങൾക്ക് വലിയ ഐഡിയ ഇല്ല ഇത് എന്ത് ചെയ്യണമെന്നുള്ളത്. പിന്നെ ഞങ്ങൾ ഈ ഒരു പേപ്പറിനകത്ത് ഇതെല്ലാം കൂട്ടിയിട്ട് ഇത്രയും സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് കൈയും കഴുത്തും ഉടുപ്പും എല്ലാം ഈ ഒരു കളറിലായി. ഇത് പോവും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പോവും, സോപ്പിട്ട് കഴിയാൽ മതി. അങ്ങനെ ഇതൊക്കെ ഒരു കവറിലാക്കി ആ ഉമ്മയോട് ടാറ്റയും പറഞ്ഞ് ഞങ്ങൾ ഇനി പോരുന്നു. ഇത്രയുള്ളൂ.